നമുക്ക് എന്ത് ഇഞ്ചുറിയോ എന്തെങ്കിലും പരിപാടികൾ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമേനെ എഫക്റ്റ് ചെയ്യും, നമ്മളെ എഫക്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇഞ്ചുറീസും അങ്ങനത്തെ ഒന്നും ഇല്ലാതിരിക്കാണ്ട് ഇതൊക്കെ ഒന്ന് ബോഡിയൊക്കെ അതായിട്ടൊന്ന് കോപ്പപ്പായി നിന്ന് കഴിഞ്ഞാൽ, ട്യൂണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും ഇഞ്ചുറീസ് കുറവുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത്. കാരണം മലയാളത്തിലാണ് കുറവ്. ഇപ്പോൾ പണ്ടിപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, സുരേഷ് കൃഷ്ണൻ, സുരേഷ് ഏട്ടനൊക്കെ പറഞ്ഞത്, അതായത് ബാക്കി തെലുങ്കും തമിഴും ജനിച്ച് വീഴുമ്പോഴേ ഈ പറയുന്ന കുതിരയുടെ പുറത്തും ഫൈറ്റും ഡാൻസും ഇതൊക്കെ പഠിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. നമ്മുടെ ഇവിടെയാണ് അത്രയും ഇതിലേക്ക് വന്നത്. ഇപ്പോഴാണ് അതൊരു, അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ ആവശ്യകത ഇപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുന്നത് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന സിനിമകളിലൊക്കെ തന്നെ എനിക്ക് ആക്ഷൻ ഉണ്ട്. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന എല്ലാ സിനിമകളിലും എല്ലാത്തിലും ആക്ഷൻ ഉണ്ട്. വരനൊക്കെ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ചെയ്താണ് ഫസ്റ്റ് ഒരു പ്രോപ്പർ ആക്ഷൻ ചെയ്യുന്നത്. അതെ അതെ, ആക്ഷൻ പരിപാടി ചെയ്യുന്നത് അതിനകത്താണ്. എൻ്റെ ഫസ്റ്റ് ആക്ഷൻ പടം ലാസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അതിൽ ഇടികൊള്ളാൻ പോയി. അത് അങ്ങാടി തെരുവ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നായകനൊക്കെ ആയിരുന്നു അതിനകത്ത്. അതിൽ ജസ്റ്റിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കോമഡി ജസ്റ്റിൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, മുസ്തഫ ഉണ്ട്, ബിയോണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ജസ്റ്റിനും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓഡീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിനെ പരിചയമുണ്ട്. ഞങ്ങൾ സ്റ്റാർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് കൈരളിയിൽ. ഇതൊക്കെ എൻ്റെ പ്രാക്ടീസിൻ്റെ ടൈമുണ്ട്. ഇതൊക്കെ ഞാൻ കയറി ഇറങ്ങിപ്പോയ, അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയ സ്പേസസ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ്. ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു സഭാകമ്പം അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഇപ്പോഴും വരാറുണ്ട് ഉള്ളിൽ. അപ്പോൾ അന്ന് ഒട്ടുമില്ല, ഇന്ന് പിന്നെയും കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറയാം. ഫേസ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ആ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് ഈ പറയുന്ന ഈ സ്റ്റാർ ഹണ്ട് പോലത്തെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബെഞ്ചിൽ ഒരു ദിവസം ജസ്റ്റിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ ജസ്റ്റിൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടറുണ്ട് അതിനകത്ത്, കുറച്ചുള്ളൂ, വന്നിട്ടിങ്ങനെ അവരടിക്കാൻ പോകുന്നു, എന്നിട്ട് ഇടി കൊണ്ട് പോരുന്ന പരിപാടിയാണെന്നു. ഓക്കെ ആണെന്ന് ഞാൻ പിന്നെ എന്ത് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു അതിന് മുമ്പ് എന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട മീശ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ വീട്ടിൽ. ഇപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയാണ്, മീശ കുറച്ചും കൂടി യങ്ങായിട്ടിരിക്കുക പറഞ്ഞിട്ട് മീശയും കൂടി അങ്ങ് പഠിച്ച് കളഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവൻ വിളിക്കുന്ന ചേട്ടൻ്റെ റോള്. എന്നിട്ട് ഞാൻ മീശയൊക്കെ പഠിച്ച് മറ്റേ പുത്തൻ കലമായിട്ടാണ് പോയെന്നും മറ്റേ ഭീഷണിയൊക്കെ. അതിനകത്ത് എൻ്റെ വോയിസ് യൂസ് ചെയ്താണ് വേറെ ആരോ, എൻ്റെ വോയിസ് അല്ല അതിനകത്തുള്ളത്. അതും കോമഡിയാണ്. അപ്പോൾ അത് അന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ദിവസം പോയി ഫൈറ്റും പരിപാടികൾ, ഇടി കൊള്ളുന്ന പരിപാടികളൊക്കെ. ആദ്യം ഞാൻ ഇടി കൊണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അതെ, ഇടി കൊടുക്കാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ആദിയിലാണ് എനിക്ക് ഒരു ചെറിയൊരു പഞ്ചും കാര്യങ്ങളൊക്കെ, ചെറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നത് ആദിയിലാണ്. കൂട്ടുകാരനെ തന്നെ അടിക്കാൻ പറ്റി. അവൻ ഞാൻ ഓങ്ങി വെച്ചേക്കായിരുന്നു ഞാൻ ഷറഫിന് കുറേ നാളായിട്ട് ഓങ്ങി വെച്ചേക്കായിരുന്നു. അത് ഞാൻ ആദിയിൽ കൊടുത്തു തീർത്തു. ഞങ്ങളെപ്പോഴും ഭയങ്കര പോട്ടിയാണ്, ഞങ്ങളെപ്പോഴും അങ്ങനെ. അതെന്നല്ല സൗഹൃദപരമായിട്ടുള്ള ഇത്, ഹെൽത്തി ആയിട്ടുള്ള ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് അങ്ങനത്തെ ഇതുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോഴും ശത്രുക്കളുടെ പോലെ കൂട്ടത്തിലെല്ലാവരും പറയുമായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ആദിയിലാണ് അവനെ നല്ല ഇടി ഇടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതാണ് വരയനിൽ ഫൈറ്റ് ചെയ്യുന്നത്. ആദിയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോഴും എല്ലാ ആളുകൾക്കും ഒരു പൊതിഞ്ഞ് പിടിച്ചിട്ടുള്ള കൗതുകമാണല്ലോ പ്രണവ് മോഹൻലാൽ. ഈ അതിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രണവ് മോഹൻലാൽ എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് സിജു മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു? അന്ന് പരിചയപ്പെടാനോ ഇന്ററാക്ട് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു? പിന്നെ ഞങ്ങൾ ഫുൾ ഓൺ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ, ഷറഫ്, അപ്പു എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സതീഷ് ഏട്ടൻ ക്യാമറ, സതീഷ് കുറുപ്പ്, നമ്മളൊക്കെ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ജില്ലയിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആണ്. അപ്പൻ്റെ ടാലൻ്റൊന്നും പുറത്തേക്കൊന്നുമില്ല. അവൻ്റെ ടാലൻറ്റുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് നല്ലൊരു ഹ്യൂമനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ അറിയാം. അവൻ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട്, അവൻ ലോകവിവരമുള്ളതുകൊണ്ട് അറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇത്ര ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത്രയൊക്കെ ഉള്ളു പരിപാടി എന്നുള്ളതും അവന് വ്യക്തമായിട്ട് അറിയാം. അതാണ് ആ സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ അതായിട്ട് നിൽക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് എൻ്റെയും അപ്പൂൻ്റെയും ഷൂട്ട് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ ഷറഫിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ റാമോജിയിലാണ് ഷൂട്ട് നടക്കുന്നത്. ഇപ്പം പറഞ്ഞു, അപ്പോൾ വന്നിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞാണല്ലോ. അപ്പോൾ എനിക്ക് മറ്റേ റോക്ക് ക്ലൈമ്പിങ്ങിന് പോകാം, വൻ്റെ ഒന്ന് വെച്ച്. ഞാൻ പറഞ്ഞു പിന്നെ എന്തേ പോകാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഷോർട്സൊക്കെ ഇട്ട് ഷൂസ്, ഇവൻ ഒരു ബാഗ്
മറ്റേ പരിപാടി പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, വീണാൽ ഇത് ചെയ്യാനുള്ള പാഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് പോവാണ്. ഇവൻ മലയും കുന്നും, അതായത് അവിടുത്തെ പാറയും ഇതൊക്കെ കാണും, ഭയങ്കര എന്നെ കൂർത്തിരിക്കുന്നതും. അന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എഡ്ജസ് ഒന്നുമല്ല, ഭയങ്കര ഷാർപ്പായിട്ടുള്ള, കൊണ്ടു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒരേ പൊളിയുന്നല്ല, തൊലി അങ്ങ് പോവും, ഫുള്ള് പോവും. അത്രയും ഷാർപ്പായിട്ടുള്ള കരകരപ്പായിട്ടിരിക്കുന്ന സ്പേസാണ്. ഇവൻ ചുമ്മാ ചാടി 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 പോകണം, ഞാനിവിടെ മറ്റേ പിടിച്ച് ചവിട്ടിയൊക്കെ ഇറങ്ങുന്നത്. അതായത് നമുക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ പരിപാടി. എങ്ങാനും വീണ് കഴിഞ്ഞാൽ എന്നുള്ളൊരു പരിപാടിയാണ്. ചുമ്മാ കൂളായിട്ട് ചുമ്മാ ഇങ്ങനെ 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 നടന്ന് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു പാറ, മറ്റേ CID ഉണ്ണികൃഷ്ണനിൽ പറയുന്നത് ഹായ് നല്ല കട്ടാന്ന് പറയണമല്ല, നല്ലൊരു പാറ, വലിയ പാറ കണ്ടിട്ട് ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് മച്ചാൻ അവിടെ മറ്റേ താഴെ ബെഡ് പോലത്തെ പരിപാടി ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഷൂസും പരിപാടിയൊക്കെ ഇട്ടിട്ട് സാധനം പതിയെ പിടിച്ച് പിടിച്ചിങ്ങനെ കയറി തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നേക്കുന്നത് ഞാനാണല്ലോ, ഉത്തരവാദി ഞാനാണല്ലോ. ഇവനെങ്ങാനും വീണ് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. ഞാൻ ഷറഫിനെ വിളിച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞോ, ഇല്ല എടാ ഒന്ന് വേഗം അറിയില്ല. അവനിങ്ങനെ കയറി, എനിക്കിത് ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി കൂളായിട്ട് ഇടയിലൊന്ന് വീണായിരുന്നു, പക്ഷെ ബെഡിലേക്ക് അതവന് പ്രാക്ടീസാണ്, അവൻ അത് യൂസ്ഡാണ് അങ്ങനത്തെ പരിപാടികൾ. വീണു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഷറഫ് വന്നു. ഇതൊക്കെ എനിക്ക് ആശ്വാസം ഏതെയുണ്ട്. ഇവൻ കൂളായിട്ട് ചില്ലായിട്ട് വീണു. അവൻ നന്ന് പറയണ്ടായിരുന്നു ഹംപിയിൽ പോകണം, ഹംപിയിൽ പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ കംപ്ലീറ്റ് പാറകളാണ് അതിൻ്റെ പുറത്ത്. അവൻ റോക്ക് ക്ലൈമ്പിങ്ങും പരിപാടികളും അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ അവിടെയാണ് അന്ന് പറയണ്ടായിരുന്നു, ഹംപിയിൽ പോണ കാര്യം. ഇതൊക്കെ മോഹൻലാലിന്റെ മകൻ അങ്ങനെ ഒരു ലേബലിങ്ങേ ഇല്ല അല്ലേ മനുഷ്യന്? അങ്ങനത്തെ ഇതൊന്നുമില്ല. അങ്ങനെ ബാക്കിയുള്ളവർക്കാണ് അങ്ങനത്തെ പരിപാടികളും കാര്യമുള്ളത്. അവൻ നമുക്കങ്ങനെ തോന്നിയില്ല അവൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത്. ഭയങ്കര പെട്ടെന്ന് തന്നെ ജെല്ലായി. നല്ല ടാലൻ്റാണ്. നല്ല എന്താ പറയുക, ഗിറ്റാറൊക്കെ വായിക്കും, എന്താ പറയുക, മ്യൂസിക്കിനെ കുറിച്ച് നല്ല ഇതുണ്ട്. അവൻ എഴുതി പാട്ട് കമ്പോസ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പുറത്തേക്കൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. ഫോൺ എടുത്തിട്ടൊരു പരിപാടിയാണ് വെച്ചാൽ, ഐഫോൺ എടുത്തിട്ട് അവൻ വായിൽ വെച്ചിട്ട് ലൈക്ക് സൗണ്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഒരു മ്യൂസിക് ഇട്ടിട്ട് അവൻ വാവ് 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 എന്നുള്ള രീതിയിലുള്ള പരിപാടി കാണിച്ചിരുന്നു. ഞാൻ അത് കണ്ട് എൻ്റെ കൊള്ളാലോ വീഡിയോ എന്നുള്ളൊരു പരിപാടി വരുന്നത്. ഭയങ്കര അവന് വേറൊരു തരം ടാലൻ്റ് ഉണ്ട്. അവൻ്റെ ആ ടാലൻറ്റുകൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആരാധകരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ടാവും. ഇനി അവൻ മറ്റേ ചുമ്മാ നടന്നൊന്നും അറിയാതെ ഒരാൾ ക്യാമറയുടെ പുറകെ പോയത് പൊളിയാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവൻ പോകുമ്പോൾ ചുമ്മാ അവനറിയാതെ ഒരു ക്യാമറ പുറകെ പോയി കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും. ബേസിക്കലി ട്രാവലറാണല്ലോ, ഒരു ജിപ്സി കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സിനിമ വരാൻ നേരത്ത് എന്തൊക്കെ അതിലുണ്ട് എന്ന് നോക്കുന്നത്? അതായത് വേഷത്തിൻ്റെ വലിപ്പം, ആക്ഷൻ സീൻസ്, പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പം എന്തൊക്കെയാണ് സിജുവിൽസൺ നോക്കുന്നത്? ഇപ്പോഴും പണ്ടും നോക്കിക്കൊണ്ടിരുന്ന പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതിപ്പോൾ ഒറ്റ സീനാണെങ്കിലും. ഇപ്പോൾ വരനാവശ്യമുണ്ടെന്ന് പറയുന്ന സിനിമ, അതിൽ 2 സീൻസേ വരുന്നുള്ളൂ എനിക്ക്, അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ അതിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, മനസ്സിലായോ? അത് നോട്ടീസ് ചെയ്ത പരിപാടിയാണ്. അതെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ, അൽഫോൺസ് എന്നാണ് അതിൻ്റെ അകത്ത് പേര്. വരനാവശ്യമുണ്ടിൽ യൂണിഫോം, പോലീസ് യൂണിഫോം ഇട്ട് കണ്ടിട്ടാണ് വിനയൻ സാർ എന്നെ നോട്ട് ചെയ്യുന്നത്. അതായത് യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ബിൽട്ടായിട്ടുള്ള ഒരാൾ ആരാണ് എന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് ഇന്ന ആളാണെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് സാറ് എന്നെ പറ്റി അന്വേഷിക്കുന്നത്.